ഓം ചൈതന്യശാശ്വതശാന്ത വ്യോമാതീതോ നിരഞ്ജന വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ആധ്യാത്മിക ഗ്രൂപ്പിലെ ആചാര്യന്മാർക്കും എല്ലാ സഹോദരർക്കും കുഞ്ഞുകുട്ടികൾക്കും വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന പംക്തിയിൽ ഗുരുവിൻ്റെ സുപ്രധാനമായ ക്ഷേത്രപ്രതിഷ്ഠകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വിഷയം അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ. 93ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ സമയം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഉള്ളവൾക്കും ചതയം മുതൽ ചതയം വരെ എന്ന പംക്തിയിൽ തീർത്ഥാടനത്തിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. മഹാഗുരുവിന് കോടി കോടി പ്രണാമം അർപ്പിക്കുന്നു. ഗുരുവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ പാഠ്യപംക്തിയിലും മറ്റും കേവലം നവോത്ഥാന നായകനായും മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായും കവിയായും സാമൂഹ്യ പരിഷ്കർത്താവായും നിശബ്ദ വിപ്ലവകാരിയായും നോക്കിക്കാണുന്നു. എന്നാൽ നമ്മുടെ ഗുരു ആത്മസ്വരൂപനാണ്, പരമാത്മസ്വരൂപനായ അവതാര പുരുഷനാണ്. നിർഗുണ പരബ്രഹ്മം പ്രത്യക്ഷമായ രൂപത്തിൽ അവതാരം കൊണ്ട് അജ്ഞാനത്തിൽ നിന്നും പാപക്കടലിൽ നിന്നും കരകയറ്റി ജ്ഞാനമാകുന്ന അമൃത് പകർന്നു നൽകുന്നതിനു വേണ്ടി അവതാരം കൊണ്ടതാണ്. നരനാരായണൻ നരനായി അവതരിച്ചിരിക്കുന്നു. മഹാപുരുഷന്മാരുടെ അവതാരത്തിന് ഏതാണ്ട് 1000 വർഷക്കാലത്തെ വിടവുള്ളതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. മഹാകവി വള്ളത്തോൾ ഇങ്ങനെ പാടി: പെരിത്ത നൂറ്റാണ്ടിലിടയ്ക്കൊരിക്കലീ മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ ഒരുറ്റ വൃക്ഷത്തൈ നടുന്ന പാന്തരായി വരുന്നവർക്കായി തണൽ മുറ്റമേകുവാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ സുപ്രധാനമായ ക്ഷേത്രപ്രതിഷ്ഠയായ അരുവിപ്പുറം ശിവക്ഷേത്രത്തെ പറ്റി ചെറിയൊരു അറിവ് പങ്കുവയ്ക്കുന്നു. 1888 ആദ്യത്തെ പ്രതിഷ്ഠ 137 വർഷം പഴക്കമുള്ളതും നമ്മുടെ പിൻതലമുറ നേരിട്ട് സാക്ഷ്യം വരിച്ച ചരിത്രമാണ് അരുവിപ്പുറം ക്ഷേത്രത്തിനുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദമുദ്രകളാൽ ചരിത്രത്താളുകളിൽ ഇടം നേടിയ ക്ഷേത്രമാണ് അരുവിപ്പുറം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിലെ പെരിങ്കടവിള പഞ്ചായത്തിലെ നെയ്യാറിനോട് ചേർന്നതാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ്. അരുവിപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ. 137 വർഷം മുമ്പ്, അതായത് 1888, ഗുരു വെറും ഒരു ശിവപ്രതിഷ്ഠ നടത്തിയെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം പൂർണ്ണമാകില്ല. കാരണം അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സ്ഥിതിയും തൃപ്പാദങ്ങളുടെ ഇടപെടലുകളും ചരിത്രപരമായ തീരുമാനങ്ങളും പറയാതെ പോകാൻ പറ്റില്ല. അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി മനുഷ്യന് റോഡിലൂടെ നടക്കുന്നതിനും ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് അനുവാദമില്ലാതിരുന്ന ഒരു സാമൂഹ്യ സ്ഥിതി, അതിനെതിരെ ശക്തമായി പോരാടണമെങ്കിൽ ആത്മതപസ് ചെയ്ത് ആ തപോബലത്താൽ ആർജിച്ച ശക്തി കരുത്ത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഗുരു മരുത്വമലയിലെ കഠിന തപസ് ആർജിച്ച് ആ ശക്തി ഉപയോഗിച്ചാണ് ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗം മുങ്ങിയെടുക്കുകയും ഒരു പീഠത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയുണ്ടായത്. ഇവിടുത്തെ പ്രത്യേകത, ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് തന്നെ പ്രതിഷ്ഠ നടത്തി. ചെറിയൊരു പന്തൽ കെട്ടി പാറയെ പീഠമാക്കി സങ്കല്പിച്ച് അതിൽ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച് അഷ്ടബന്ധമില്ലാതെ മുഹൂർത്തം നോക്കാതെ ഇന്നും അങ്ങനെ തന്നെ 137 വർഷം കഴിഞ്ഞിട്ടും അതിന് പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും സത്യം. ഗുരുവിൻ്റെ സിദ്ധിവിശേഷം ഒന്നുകൊണ്ട് മാത്രമാണ് ശിവലിംഗവും പീഠവും തമ്മിൽ ഉരുകിച്ചേർന്നിരിക്കുന്നത്. പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടെ. വലിയ ഗോപുരങ്ങളോ കരിങ്കൽ സ്തൂപങ്ങളോ കൊത്തുപണികളോ മതിൽക്കെട്ടുകളോ ഒന്നും തന്നെ കാണാൻ
ഈ ക്ഷേത്രാരാധനയെയും വിശ്വാസത്തെയും ഒപ്പം നിർത്താൻ ഒരിടം എന്നതുപോലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അകറ്റി നിർത്തുന്ന ഒരു ഇടമായി അനുഭവപ്പെടും. അന്നത്തെ അവസ്ഥയിൽ ജാതി മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ മേലാളന്മാർ ചോദിക്കുകയുണ്ടായി, ശിവപ്രതിഷ്ഠ നടത്താൻ എന്താണ് അധികാരം, ആരധികാരം നൽകി എന്നൊരു ചോദ്യം ഉണ്ടായി. ഗുരു അതിന് വളരെ മനോഹരമായി, യുക്തിയുക്തമായി, ശാസ്ത്രീയമായി മറുപടിയാണ് കൊടുത്തത്. ഇപ്പോഴത്തെ കേരള സമൂഹം തെറ്റിദ്ധരിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു അന്ന് പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. അവിടെ ഒരു ഈഴവ ശിവൻ എന്നല്ല ഗുരു നാം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവ് ഗുരുവിനെ തന്നെയാണ്. നാം എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു ജാതിയുടെയും ഭേദമില്ലാതെ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ് എന്ന് തിരിച്ചറിവിൽ നിന്നാണ്. ഗുരു നമ്മുടെ ശിവൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ഏതൊരു അദൃശ്യ ശക്തിയുണ്ടോ അതിനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയും, ശിവോഹം എന്ന് പറയും, പരമ്പൊരുൾ, സത്യം എന്നിങ്ങനെയൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു ചൈതന്യത്തെ ഒരു ജാതിയുടെയും ഒരു വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ തളച്ചിടുന്നത് ഒരു യുക്തിയുമല്ല എന്ന് ഗുരു ഉദ്ഘോഷിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് മനോഹരമായി ശാസ്ത്രീയമായി ഗുരു എഴുതി വച്ചിരിക്കുന്നു. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടം 10 ദിവസം ആഘോഷമായി നടത്തുന്നത്. ഗുരു ഓരോ ദിവസത്തെ ഉത്സവവും ഓരോ വീട്ടുകാർക്കായി വിധിച്ചു കൊടുത്തിരിക്കുന്നു. 10ാമത്തെ ദിവസം മഠവും നാട്ടുകാരും ചേർന്ന് നടത്തുന്നു. അറിവില്ലായ്മ മൂലം അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിനു വേണ്ടി ഗുരു ഒരു സംസ്കൃത പാഠശാല തുടങ്ങിയതും സവർണ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന കാലത്താണ് എന്നോർക്കണം. തെക്കുഭാഗത്തായി ഒരു ഗുരുമന്ദിരവും സ്ഥിതി ചെയ്യുന്നു. ഗുരുവിന് ഒരു ക്രിസ്ത്യൻ ഭക്തൻ നൽകിയ മയിലിൻ്റെ ശില്പം ഇപ്പോഴും അവിടെയുണ്ട്. വിപ്ലവകരമായ ചരിത്രത്തിന് സാക്ഷിയായി യോഗപീഠം എന്നറിയപ്പെടുന്ന പ്ലാവ് ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കായി ശിഖരങ്ങൾ നീട്ടി ശാന്തമായി നിൽക്കുന്നു. 1903 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ വാവൂട്ടി യോഗം എന്ന പേരിൽ ഉണ്ടായിരുന്ന അതാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP ആയി മാറിയത്. ഇത് ചരിത്രം. വനിതകൾക്ക് വേണ്ടി ആദ്യത്തെ യോഗം കൂടിയതും ഈ മുത്തശ്ശിപ്ലാവിൻ്റെ ചുവട്ടിലാണ്. ഗുരു തപസ് അനുഷ്ഠിച്ച കൊടിതൂക്കി മല നദീതീരത്തുള്ള ഗുഹയും കാണാവുന്നതാണ്. ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ഭൈരവൻ ശാന്തിയുടെ സമാധി സ്ഥലവും ഇവിടെ തന്നെയാണ്. ശിവരാത്രി ദിവസം 1008 കുടം ജലം യാതൊരു താന്ത്രിക വിദ്യയും ഇല്ലാതെ അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ഇത്രയും വാക്കുകൾ ഗുരുവിൻ്റെ പാതാര കമലങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഗുരു ഓം.